ഓക്കെ, എല്ലാ കുട്ടികൾക്കും ഫിസിക്സിലെ 4ാമത്തെ പാഠഭാഗത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് നൽകിയിരുന്നു. ആ അസൈൻമെൻറ്റ്, ആ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. 80 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 40 സെൻറ്റിമീറ്റർ അകലെയായി വസ്തു വെച്ചപ്പോൾ രൂപീകരിച്ച പ്രതിബിംബത്തിൻ്റെ സ്ഥാനം കണ്ടെത്തുക. പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും? An object is placed in front of a concave mirror 40 centimeter away from it. If its focal length is 80 centimeter, locate the position of image and its nature. ഇങ്ങനെയായിരുന്നു ചോദ്യം അല്ലേ? ആ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് കിട്ടി. ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് ആ ചോദ്യത്തിലുണ്ട്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ ആണ്. ആ 80 എന്ന് പറയുന്നത് -80 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അതിൽ യു നിങ്ങൾക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ കിട്ടി 40 സെൻറ്റിമീറ്റർ ആണ്. കോൺകേവ് ദർപ്പണത്തിൻ്റെ മുൻപിലായതുകൊണ്ട് യുവും എന്ത് തന്നെയാണ്? -40 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ്. വി സമം യു എഫ് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. യു എന്ന് പറയുന്നത് -40 ഇൻറ്റു -80 ഡിവൈഡഡ് ബൈ -40 -80. അപ്പോൾ നെഗറ്റീവ് ഇവിടെ എന്ത് വരും? പോസിറ്റീവ് വരും അല്ലേ? -40 ഇൻറ്റു -80 3200. രണ്ടും ഒരേ സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ഡിവൈഡഡ് ബൈ -40 പ്ലസ് 80. ഇത് പോസിറ്റീവ് ചിഹ്നമായതുകൊണ്ട് +40 തന്നെ വരും അല്ലേ? 0 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്നാലും 32 അല്ലേ? ബാക്കി 80. അപ്പോൾ 80 വന്നു. പോസിറ്റീവ് ചിഹ്നമായിരുന്നു രണ്ടും. അതുകൊണ്ട് നമുക്ക് +80 സെൻറ്റിമീറ്റർ വന്നു. +80 സെൻറ്റിമീറ്റർ വന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പോസിറ്റീവ് ചിഹ്നമാണ് വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമേജ് എന്തായിരിക്കും? വെർച്വൽ ആയിരിക്കും. എന്താ വെർച്വൽ എന്ന് പറഞ്ഞാൽ? മിഥ്യാ പ്രതിബിംബം ആയിരിക്കും. മറ്റൊന്ന് ഇറക്റ്റ് ആയിരിക്കും. എന്താണ് ഇറക്റ്റ്? നിവർന്ന പ്രതിബിംബമായിരിക്കും. ഇങ്ങനെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ അസൈൻമെൻറ്റിൽ കിട്ടുന്ന ഉത്തരങ്ങൾ. ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഇതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഒരു മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം എന്നൊരു ഭാഗം പഠിച്ചിട്ടുണ്ട്. കാരണം അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആവർത്തനം എന്ന് പറയുന്നത് അഥവാ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണെന്ന്. നമ്മൾ കോൺകേവ് ദർപ്പണം വെച്ച് ഒരു പരീക്ഷണം നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ വസ്തുവിൻ്റെ സ്ഥാനം മാറ്റുമ്പോൾ പ്രതിബിംബത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ സൈസ് ഓഫ് ദി ഇമേജ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊസിഷൻ ഓഫ് ദി ഓബ്ജക്റ്റ് ആൻഡ് ദി സൈസ് ഓഫ് ദി ഇമേജ്? എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ സ്ഥാനവും അവിടെ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കാരണം സ്ഥാനം മാറുമ്പോൾ പ്രതിബിംബത്തിനുണ്ടാകുന്ന മാറ്റം നിങ്ങൾ നിരീക്ഷിച്ചതാണ് ആ പരീക്ഷണത്തിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ 8ാം ക്ലാസ്സിൽ ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? മാഗ്നിഫിക്കേഷൻ എന്താണെന്ന്, അല്ലെങ്കിൽ ആവർത്തനം എന്താണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഒന്ന് പഠിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന്? ശരിയാണ് അല്ലേ? എന്താണ്? HI/HO എന്ന് നമ്മളവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്.
എന്താണ് ഈ എച്ച് ഐ? ഹൈറ്റ് ഓഫ് ദി ഇമേജ്, പ്രതിബിംബത്തിൻ്റെ ഉയരം. എച്ച് ഒ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്, വസ്തുവിൻ്റെ ഉയരം. ഇവർ തമ്മിലുള്ളൊരു റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ എന്നും, അല്ലെങ്കിൽ പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള ഒരു അനുപാതമാണ് ആവർത്തനമെന്നും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു ടേം കൂടെ പഠിച്ചു, വി യു ഒക്കെ അല്ലേ? അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജും ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് തമ്മിലുള്ള റേഷ്യോയും വി ബൈ യു, വി എന്ന് പറയുന്നത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും യു എന്ന് പറയുന്നത് വസ്തുവിലേക്കുള്ള ദൂരവും, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതിനുവേണ്ടി നമ്മൾ കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിബിംബത്തിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. കോൺകേവ് ദർപ്പണത്തിൻ്റെ ചിത്രം നമ്മൾ മുൻപ് വരച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിപതന തലം കർവ്ഡ് ഇൻവേർഡ് ആണ്. അതിൻ്റെ റഫ് സർഫസ് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പോളാണ്. ആ പോളിലേക്ക് നമ്മളൊരു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുകയാണ്, മുഖ്യ അക്ഷം വരയ്ക്കുകയാണ്. നമ്മളൊരു മുഖ്യ അക്ഷം വരച്ചു. അതിനൊരു ഫോക്കസും സിയും നമ്മൾ അടയാളപ്പെടുത്തി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എങ്ങനെയാണ് ഫോക്കസ് സി എന്നൊക്കെ ഉള്ളത്. ഈ ഫോക്കസിൽ നിന്നുള്ള ഇരട്ടി ദൂരമാണ് എന്ന് പറഞ്ഞാൽ ഈ പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരവും ഫോക്കസിൽ നിന്ന് സിയിലേക്കുള്ള ദൂരവും ഈക്വൽ ആണെന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താണ്ട് ഒരു ഓബ്ജക്റ്റ് സിക്ക് ബിയോണ്ട് ആയിട്ട് വെച്ചു, സിക്ക് അപ്പുറം ഒരു ഓബ്ജക്റ്റ് വെച്ചു. ഓബ്ജക്റ്റ് നമ്മൾ ഒ ബി എന്ന് പേരിട്ടു. ശ്രദ്ധിക്കൂ, നമ്മൾ ഓബ്ജക്റ്റ് ഒ ബി അടയാളപ്പെടുത്തി. ഇനി ഒ ബി എന്ന് പറയുന്നത് ഒരു കത്തിക്കുന്ന മെഴുകുതിരിയാണെന്ന് വിചാരിക്കുക. കത്തി നിൽക്കുന്ന മെഴുകുതിരിയാണെങ്കിൽ അതിൽ നിന്നൊരു പ്രകാശരശ്മി ദർപ്പണത്തിലേക്ക് പോകുന്നു. അതാണ്ട് ഒരു പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പാരലായിട്ട് കോൺകേവ് ദർപ്പണത്തിൽ വന്ന് പതിച്ചു. ഇത് ഏതിലൂടെ തിരിച്ചു പോവും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതിലൂടെ തിരിച്ചു പോവും? ഫോക്കസിലൂടെ പോവും. ഫോക്കസിലൂടെ പോയി. അടുത്ത പ്രകാശരശ്മി നമ്മൾ പോളിൽ വന്ന് പതിക്കുന്നതായി കാണിക്കാം. ശ്രദ്ധിക്കുക, അടുത്ത ഓബ്ജക്റ്റിൽ നിന്ന് മെഴുകുതിരിയിൽ ഓബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കത്തിക്കുന്ന മെഴുകുതിരിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് ധാരാളം പ്രകാശരശ്മികൾ പോകുന്നുണ്ട്. ഒരു പ്രകാശരശ്മിയെ നമ്മൾ തൽക്കാലം പോളിലേക്ക് കൊണ്ടുവന്ന് പതിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രകാശരശ്മി നമ്മൾ പോളിൽ പതിപ്പിച്ചു. പോളിൽ നിന്ന് പതിക്കുന്ന പ്രകാശരശ്മി എങ്ങനെ പോവും? അപ്പോൾ പോളിൽ പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതന നിയമം അനുസരിച്ച് പ്രതിപതിക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ രണ്ട് പ്രകാശരശ്മികളും കൂട്ടിമുട്ടിയ പോയിന്റ് നോക്കിക്കുക എല്ലാവരും. ഇവിടെ പ്രതിബിംബം രൂപപ്പെടുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം പ്രതിപതിച്ചു കഴിഞ്ഞാൽ രണ്ട് രശ്മികൾ പോളിലേക്ക് പോയ രശ്മി ഇതുപോലെ പ്രതിപതിച്ചു. പ്രതിപതിച്ച് വന്ന രശ്മികൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ആ പോയിന്റിൽ പ്രതിബിംബം രൂപപ്പെടുന്നു അല്ലേ? അത് സിക്കും എഫിനും ഇടയിലാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഓബ്ജക്റ്റിന് നമ്മളൊരു പേര് കൊടുത്തിരുന്നു നേരത്തെ, ഒ ബി. ഇത് ഇമേജാണ്, ഐ എം. പോള് നമ്മൾ കണ്ടു, ഫോക്കസ് കണ്ടു. സൂക്ഷിച്ച് നോക്കിക്കേ, നമ്മൾ ഇതിനകത്ത് രണ്ട് ട്രയാങ്കിൾസ് കാണാം, സിമിലർ ട്രയാങ്കിൾസ് കാണാം.
സദൃശ്യ ത്രികോണങ്ങൾ കാണാം. എല്ലാവരും സൂക്ഷിച്ച് നോക്കിക്കേ, ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നിട്ട്. ഏതൊക്കെയാണ് സദൃശ്യ ത്രികോണങ്ങൾ? ഒന്ന് OBP. ഇനി ഒരു സദൃശ്യ ത്രികോണങ്ങളുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു കോൺകേവ് ദർപ്പണത്തിൽ പ്രതിബിംബം രൂപപ്പെട്ട ചിത്രമാണ്. അതിൽ ഈ ചിത്രത്തിൽ നമുക്ക് 2 ട്രയാങ്കിളുകൾ ദൃശ്യമാണ് അല്ലേ? ഏതൊക്കെയാണ് ആ 2 ട്രയാങ്കിൾ എന്ന് നിങ്ങൾ നോക്കിക്കേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് ആ ട്രയാങ്കിൾ? OBP. ഇതൊരു ട്രയാങ്കിൾ ആണല്ലേ? അപ്പോൾ ട്രയാങ്കിൾ OBP. ഇനി ഒരു ട്രയാങ്കിളുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ശരിയാണ്, ട്രയാങ്കിൾ IMP. ഈ 2 ട്രയാങ്കിളുകളും സിമിലർ ട്രയാങ്കിളുകളാണ്. അതിന് നമ്മൾ മലയാളത്തിൽ സദൃശ്യ ത്രികോണങ്ങൾ എന്ന് പറയും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഗണിതപരമായി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മാത്തമാറ്റിക്കലി നമുക്കറിയാം, ഈ സിമിലർ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ തമ്മിലുള്ള അനുപാതം പരസ്പരം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒന്ന് എഴുതി നോക്കാം. ഈ 2 ട്രയാങ്കിളുകൾ നമ്മൾ കണ്ടു, ട്രയാങ്കിൾ OBPയും ട്രയാങ്കിൾ IMPയും. ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഒന്ന് നോക്കാം നമുക്ക്. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഒരു ചിത്രം കണ്ടു അല്ലേ? ഈ ചിത്രത്തിൽ 2 ട്രയാങ്കിളുകൾ കണ്ടു. ഒന്ന് ട്രയാങ്കിൾ OBP, 2 ട്രയാങ്കിൾ IMP. അപ്പോൾ 2 സിമിലർ ട്രയാങ്കിളാണ്. ആ സിമിലർ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെന്ന് നമ്മൾ മാത്തമാറ്റിക്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഗണിതപരമായി നമുക്കതറിയാം. അത് വെച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ 2 ട്രയാങ്കിൾ തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്തെഴുതുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഈ OB എന്ന് പറയുന്നത് ട്രയാങ്കിൾ OBPയുടെ ഒരു സൈഡാണ്. അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡാണ് ട്രയാങ്കിൾ IMPയുടെ IM. ഇവർ തമ്മിലുള്ള റേഷ്യോ നമുക്ക് എടുക്കാം. IM ഡിവൈഡഡ് ബൈ OB. ശരിയല്ലേ? ഈ സൈഡും 2 സിമിലർ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡുകൾ തന്നെയാണ്. സംശയമില്ലല്ലോ? സമം. അടുത്ത് നോക്കി 2 ട്രയാങ്കിളിൻ്റെയും മറ്റൊരു സൈഡ് നമുക്ക് എടുക്കാം. ഏതാണ് നമ്മൾ എടുക്കുന്നത്? നോക്കിയേ, IP ഞാൻ എടുത്തു. IP എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, പോളിൽ നിന്ന് ഐയിലേക്ക്. അതേ സൈഡ് തന്നെയല്ലേ OPയും? കറസ്പോണ്ടിങ് സിമിലർ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് തന്നെയാണ്. ഓക്കെ, IP ബൈ OP. ഇനി വളരെ എളുപ്പമാണ്, ശ്രദ്ധിക്കുക. IM എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ്. OB എന്താണെന്ന് നമുക്കറിയാം. ഇത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണെങ്കിൽ OB എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. അതുപോലെ തന്നെ IP എന്താണെന്ന് നോക്കിയേ. IP I മുതൽ P വരെ, അതാണല്ലോ IP. IP എന്ന് പറയുന്നത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ്, V ആണ്. അപ്പോൾ എന്തായിരിക്കും? OP എന്ന് പറയുന്നത് വസ്തുവിലേക്കുള്ള ദൂരമാണ്. ഇതിൻ്റെ എല്ലാം വിലകളൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ IM എന്ന് പറയുന്നത് HI, OB എന്ന് പറയുന്നത് HO, IP എന്ന് പറയുന്നത് V, OP എന്ന് പറയുന്നത് U. സംശയമില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇതിലേക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ IMന് പകരം എന്ത് വരും? HI. OBക്ക് പകരം എന്ത് വരും? HO സമം IP എന്ന് പറയുന്നത് എന്തായിരിക്കും? V. OP എന്ന് പറയുന്നത് എന്തായിരിക്കും? U. ശരിയല്ലേ? അപ്പോൾ HI ബൈ HO സമം V ബൈ U. ഇനി ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നമുക്കിതിന് ചിഹ്നം കൊടുക്കാം. ഹൈറ്റ് ഓഫ് ദി ഇമേജ് നോക്കിയേ, മുഖ്യ അക്ഷത്തിന് താഴോട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കും? ഏത് ചിഹ്നം കൊടുക്കും? നെഗറ്റീവ് ചിഹ്നം കൊടുക്കും. ഓബ്ജക്റ്റ് മുഖ്യ അക്ഷത്തിന് മുകളിലോട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചിഹ്നം കൊടുക്കും? പോസിറ്റീവ് ചിഹ്നം കൊടുക്കും. ഇനി V എന്ന് പറയുന്നത് പോളിൽ നിന്ന് I അല്ലേ? അപ്പോൾ ആ V എന്ന് പറയുന്നത് ഇടത്തേക്കാണ് നമ്മൾ എല്ലാ അളവുകളും എടുക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് V എന്ന് പറയുന്നത് നെഗറ്റീവാണ്. U തന്നെയും എന്താണ്? U OP അതും എന്ത് തന്നെയാണ്? നെഗറ്റീവാണെന്ന് പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? നെഗറ്റീവ് നെഗറ്റീവും ക്യാൻസലായിപ്പോയി. ബാക്കി എന്ത് വരും? മൈനസ് എച്ച് ഐ ബൈ എച്ച് ഒ. പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല. മൈനസ് എച്ച് ഐ ബൈ എച്ച് ഒ സമം വി ബൈ യു എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ എച്ച് ഐ ബൈ എച്ച് ഒ മൈനസ് അങ്ങ് അപ്പുറത്ത് പോയി. എന്ത് വന്നു? മൈനസ് വി ബൈ യു. അപ്പോൾ എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് പറയുന്നത് മൈനസ് വി ബൈ യു ആണെന്ന് മനസ്സിലായി. അഥവാ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, എച്ച് ഐ ബൈ എച്ച് ഒ സമം മൈനസ് വി ബൈ യു എന്നാണ് നമുക്ക് കിട്ടിയത്. എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് മൈനസ് വി ബൈ യു ആണെന്ന് നമുക്കിവിടെ കിട്ടി അല്ലേ? ആവർത്തനം, ഇവർ തമ്മിലുള്ള ബന്ധവും മനസ്സിലായി. ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റും തമ്മിലുള്ള റേഷ്യോ ഏതിന് ഈക്വൽ ആണെന്ന് കൂടി നമുക്ക് മനസ്സിലായി. വി ബൈ യുവിൻ്റെ റേഷ്യോയുമായി ഈക്വൽ ആണെന്ന് കൂടി മനസ്സിലായി. അതായത് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് വി ബൈ യു ആണ്. ഇത് നമുക്ക് മനസ്സിലായി. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സമവാക്യം, ആവർത്തനത്തിൻ്റെ സമവാക്യം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ്റെ സമവാക്യം ഉപയോഗിച്ച് ഒരു ചെറിയ കണക്കിലേക്ക് പോകാം അല്ലേ? എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും എഴുതിക്കോളൂ, ചോദ്യം എഴുതിക്കോളൂ. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 10 സെൻറ്റിമീറ്റർ അകലെയായി 6 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചപ്പോൾ യഥാർത്ഥ പ്രതിബിംബം 16 സെൻറ്റിമീറ്റർ അകലത്തിൽ ലഭിച്ചു. പ്രതിബിംബത്തിൻ്റെ ഉയരം, ആവർത്തനം എന്നിവ കണ്ടെത്തുക. When an object of height 6 centimeter is placed in front of a concave mirror at a distance 10 centimeter away from it, an image is obtained 16 centimeter away on the same side. Find out the height of image and magnification. അപ്പോൾ എല്ലാവരും ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കി. അവിടെ നമുക്ക് യു എത്ര ആണെന്ന് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവും. എത്രയാണ് യു? യു എന്ന് പറയുന്നത് ദർപ്പണത്തിന് മുന്നിലാണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം. -10. യഥാർത്ഥ പ്രതിബിംബമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ പ്രതിബിംബമായതുകൊണ്ട് വി എന്ന് പറയുന്നത് -16 ആണ്. ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺകേവ് ദർപ്പണത്തിൻ്റെ മുന്നിൽ വയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം വസ്തു മുഖ്യ അക്ഷത്തിന് മുകളിലേക്കാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? എന്ന് പറയുന്നത് +6 സെൻറ്റിമീറ്റർ. എല്ലാം സെൻറ്റിമീറ്ററിലാണ്. +6 സെൻറ്റിമീറ്റർ. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളൊരു ഇക്വേഷനൊക്കെ ഇപ്പോൾ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തെഴുതി, തന്നിരിക്കുന്നതൊക്കെ എടുത്തെഴുതി. ഇനി നമുക്ക് ഇതിനകത്ത് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -v/u എന്ന സമവാക്യമാണെന്ന് പഠിച്ചു. ഇത് വെച്ച് നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടെത്താം. എന്താണ് മാഗ്നിഫിക്കേഷൻ? -v/u ആണ്. മൈനസ് ചിഹ്നം കൊടുത്തു. വി എന്താണ്? -16 ആണ്. യു എന്താണ്? എന്താണ് യു? -10. മൈനസും മൈനസും ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ വേറൊരു മൈനസ് ചിഹ്നമുണ്ട്. ഇക്വേഷനുള്ളൊരു മൈനസ് ചിഹ്നം ഉണ്ടെന്ന് ഓർത്തോണം. 16/10 ഒരു സംഖ്യ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1.6 സെൻറ്റിമീറ്റർ ആണോ? മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഇല്ലെന്ന് മനസ്സിലാക്കണം. കാരണം വി നമ്മൾ സെൻറ്റിമീറ്ററിലാണ് എടുത്തത്, യു സെൻറ്റിമീറ്ററിലാണ് എടുത്തത്. സെൻറ്റിമീറ്ററും ക്യാൻസലായിപ്പോയി. അതുകൊണ്ട് മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഇല്ല. ഇവിടെ ഉത്തരം എത്ര വന്നു? മാഗ്നിഫിക്കേഷൻ നമുക്ക് കിട്ടി -1.6 എന്ന് വന്നു. ശരിയല്ലേ? ഇനി എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? എന്ത് കണ്ടുപിടിക്കാനാണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ശരിയല്ലേ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണ്. മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇമേജ് മാത്രം എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജിൻ്റെ ഇക്വേഷൻ എന്താ? ഈ എച്ച് എന്ന് പറയുന്നത് മേളിൽ വരും അല്ലേ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ ഇൻറ്റു എച്ച് ഒ. എന്താണ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ കിട്ടി നമുക്ക് -1.6. എന്താണ് എച്ച് ഒ? +6 -1.6 × 6 ആയിരിക്കും ഹൈറ്റ് ഓഫ് ദി ഇമേജ്. എത്ര വരും? ഒന്ന് ഗുണിച്ച് നോക്കിക്കുക എല്ലാവരും. -9.6 സെൻറ്റിമീറ്റർ ആയിരിക്കും. -9.6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഒന്നല്ല എല്ലാവർക്കും ശ്രദ്ധിക്കുക എല്ലാവരും. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞത് നമുക്ക് -9.6 കിട്ടി. ഹൈറ്റ് ഓഫ് ദി ഇമേജ് മൈനസ് ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പ്രതിബിംബത്തിൻ്റെ അല്ലെങ്കിൽ ഇമേജിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാവും. നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ് ആണെങ്കിൽ മുഖ്യ അക്ഷത്തിന് താഴേക്കാണ് പ്രതിബിംബം രൂപപ്പെട്ടതെന്നാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ പ്രത്യേകത? നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിയൽ ആണ്. റിയൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ത് പറയും? യഥാർത്ഥ പ്രതിബിംബം, റിയൽ ഇമേജ്, യഥാർത്ഥ പ്രതിബിംബം. മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇൻവേർട്ടഡ് ഇമേജ് ആണ്. എന്താണ് ഇൻവേർട്ടഡ്? തലകീഴായ പ്രതിബിംബം. തലകീഴായ പ്രതിബിംബമായിരിക്കും. നമ്മൾ മെഴുകുതിരിയുടെ ഇമേജ് വയ്ക്കുമ്പോൾ തലകീഴായ നിൽക്കുന്ന മെഴുകുതിരിയുടെ പ്രതിബിംബമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവാണെന്ന് കണ്ടപ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളതൊന്ന് എഴുതി നോക്കണം. കാരണം നമ്മൾ ചില സമവാക്യങ്ങളും അതിൻ്റെ ചില കണക്കുകളുമൊക്കെയാണ് ചെയ്തത്. അത് ഒന്നുകൂടെ നിങ്ങൾ എഴുതി പഠിക്കണം. സംശയമുള്ളത് നിങ്ങളുടെ ഫിസിക്സ് ടീച്ചറിന് അയച്ചു കൊടുക്കുക. ടീച്ചർ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമുക്കിനി ഇന്നത്തെ അസൈൻമെൻറ്റിലേക്ക് പോവാം. ഒരു ചോദ്യമാണ്, എഴുതിക്കൊള്ളുക. 5 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുന്നിലായി 8 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു വസ്തു വയ്ക്കുന്നു. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം, ആവർത്തനം എന്നിവ കണ്ടെത്തുക. ആൻ ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 8 സെൻറ്റിമീറ്റർ അവേ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 5 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ഇമേജ് ആൻഡ് മാഗ്നിഫിക്കേഷൻ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചിത്രങ്ങൾ കൂടി കാണാം. ആ ചിത്രത്തിൽ നിന്ന് പ്രതിബിംബത്തിൻ്റെ ചില സവിശേഷതകൾ കൂടി മനസ്സിലാക്കാം. ഓക്കെ.